ഹായ് ഓൾ, ഞാൻ റബിയ ഫിർദോസ്. ഞാൻ നിങ്ങളുടെ ജെൻഡർ ഇഷ്യൂസ് ഇൻ വർക്ക്, എംപ്ലോയ്മെന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്ന സബ്ജക്റ്റ് ആണ് എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ളത് നമ്മൾ പറഞ്ഞതാണ്. ഇനി നമ്മൾ യൂണിറ്റ് വൈസ് ഡിസ്കഷനിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്. നമ്മുടെ യൂണിറ്റ് 1ന്റെ നെയിം ജെൻഡർ ഇഷ്യൂസ് ഇൻ വർക്ക്. ഓക്കെ, ഈ ഒരു യൂണിറ്റിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാ നമുക്ക് നോക്കി നോക്കാം. അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിലെ മെയിൻ ടോപ്പിക്കുകളാണ് ജെൻഡർ, ചേഞ്ചിങ് ജെൻഡർ കമ്പോസിഷൻ, അതുപോലെ തന്നെ ജെൻഡർ സെഗ്രിഗേഷൻ ഓഫ് വർക്ക്, അതുപോലെ തന്നെ വർക്ക് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ, വുമൺ ആൻഡ് റൂറൽ വർക്ക്, റീഡിഫൈനിങ് വർക്ക്, അൺപെയ്ഡ് വർക്ക്. ഇതൊക്കെ അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. അതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ആദ്യം തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കി നോക്കാം. എന്താണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്? അതായത് ഇവിടെ പറയുന്നത് നമ്മളൊരു ജെൻഡർ പെർസ്പെക്റ്റീവിലൂടെ നോക്കിക്കാണുകയാണെങ്കിൽ, വർക്കിനെ നമ്മളൊരു ജെൻഡർ പെർസ്പെക്റ്റീവിലൂടെ നോക്കിക്കാണുകയാണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിബേറ്റ് ടോപ്പിക് ആണ് എന്നാണ് പറയുന്നത്. അതായത് കാരണം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജെൻഡർ ന്യൂട്രൽ അല്ല എന്നാണ് പറയുന്നത്. ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സ്ത്രീയും പുരുഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അവിടെ ഒന്നിനും ഒരു സ്ത്രീക്കോ പുരുഷനോ ഒരു പ്രത്യേക പരിഗണനയോ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലോ അല്ല അവിടെ കൺസിഡർ ചെയ്യുക. പക്ഷേ വർക്കിൽ എങ്ങനെയാണ്? വർക്ക് എന്ന് പറയുന്നത് റിയൽ വേൾഡിൽ അല്ലെങ്കിൽ റിയാലിറ്റിയിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ജെൻഡർ ന്യൂട്രൽ അല്ല എന്നാണ് പറയുന്നത്. കാരണം ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ജോബിന്, ഒരു ഇൻഡിവിജ്വലിന്റെ പെർട്ടിക്കുലർ ജോബിന് അവിടെ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷന്, അതല്ലെങ്കിൽ സ്കിൽസ്, പെർഫോം ഇതിലൊക്കെ ഉപരി അവരുടെ ജെൻഡർ ഏതാണ്, ഇൻഡിവിജ്വലിന്റെ ജെൻഡർ ഏതാണ് എന്നതിനെ കൺസിഡർ ചെയ്തിട്ടാണ് ആ ഒരു ജോബ് അവർക്ക്, ആ ഒരു ജോബിനെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വർക്ക് എന്തല്ല, ജെൻഡർ ന്യൂട്രൽ അല്ല എന്ന് പറയുന്നത്. ഇവിടെ ജെൻഡർ ആണ് ഓപ്പർച്യൂണിറ്റി, ഒരു വർക്കിലേക്കുള്ള ഓപ്പർച്യൂണിറ്റിനെയും അതുപോലെ ചോയ്സിനെയും അതുപോലെ തന്നെ വേജസ് ആൻഡ് അഡ്വാൻസ്മെന്റ് ആണെങ്കിലും ഇവിടെ ജെൻഡർ ആണ് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ടോപ്പിക് കാര്യം ഇവിടെ പറയുകയാണെങ്കിൽ വർക്ക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓരോ ലെവലിലുള്ള വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓരോ ഫാക്ടറിനെയും ബേസ് ചെയ്തുകൊണ്ട് എന്തിരിക്കും, വേരി ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അതായത് റീജിയൻ ടു റീജിയൻ അതെന്ത് ചെയ്യാം, വേരി ചെയ്യാം. അതുപോലെ തന്നെ കൺട്രി ടു കൺട്രി, ഒരു ക്ലാസസ് ടു ക്ലാസ്, സെക്ടേഴ്സ് ടു സെക്ടേഴ്സ്, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, അത് വേരി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള വർക്ക് എക്സ്പീരിയൻസ് ആവില്ല മറ്റു രാജ്യമായിട്ടുള്ള അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഒന്നും ഉണ്ടാവുക. അതെന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പൊ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ലോവർ ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് ഉണ്ട്, ഹയർ ക്ലാസ് ഉണ്ട്. ഇതിൽ ഓരോ ക്ലാസ്സിലെയും വർക്ക് സിറ്റുവേഷൻ എന്തായിരിക്കും, ഡിഫറെന്റ് ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ സെക്ടേഴ്സിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഇപ്പൊ ഡിഫറെന്റ് ഇക്കണോമിക് സെക്ടർ ഉണ്ട്, IT സെക്ടർ ഉണ്ട്, ടീച്ചിങ് സെക്ടർ ഉണ്ട്. ഇങ്ങനെയുള്ള ഓരോ സെക്ടേഴ്സിലും നമ്മൾ പറഞ്ഞ ഈ ഒരു വർക്ക് സിറ്റുവേഷൻ എന്താണ്, ഡിഫറെന്റ് ആണ് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും സ്ത്രീകൾ ചെയ്യുന്ന വർക്കുകൾ എന്താണ്, ഇൻവിസിബിൾ ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അൺപെയ്ഡ് ആണ്. സ്ത്രീകൾ കൂടുതൽ പേര്, മെജോറിറ്റിയും ചെയ്യുന്നത് അൺപെയ്ഡ് ആയിട്ടുള്ള വർക്കുകളാണ്. അതെന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ ഇൻവിസിബിൾ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ GDP-ലോ നാഷണൽ ഇൻകത്തിലോ ഒന്നും അത് എന്ത് ചെയ്യുന്നില്ല, അക്കൗണ്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ വർക്കിനെ പലപ്പോഴും എന്താണ്, അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ നോക്കി നോക്കാം. നമ്മൾ എന്തിനാണ് ഈ യൂണിറ്റ് പഠിക്കുന്നത്, എന്തൊക്കെയാണ് പഠിക്കുന്നത്, ഇതിനെ കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ സെഗ്രിഗേഷന്റെ ഒറിജിൻസും അതുപോലെ അതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. ജെൻഡർ സെഗ്രിഗേഷൻ നമ്മൾ ഇൻട്രൊഡക്ഷൻ സെഷനിൽ ചെറുതായി പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ജെൻഡർ സെഗ്രിഗേഷന്റെ ഒറിജിൻ എവിടെ നിന്നാണ്, അതുപോലെ തന്നെ അതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർക്ക് പ്ലേസിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീഡിഫൈൻ വർക്കിന്റെ നീഡ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ അൺപെയ്ഡ് വർക്കിന്റെ ഇമ്പോർട്ടൻസും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്കിലോട്ടുള്ള ഡിസ്കഷനിലോട്ട് പോവാം. ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ ചേഞ്ചിങ് ജെൻഡർ കമ്പോസിഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ജെൻഡറിലുള്ള ജെൻഡർ റേഷ്യോസ് ആണ് ഇവിടെ കാണിക്കുന്നത്. വർക്ക് ഫോഴ്സിലുള്ള അല്ലെങ്കിൽ ലേബർ ഫോഴ്സിലുള്ള ജെൻഡർ റേഷ്യോകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഏർലി ടൈംസിലൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ്, മെൻ വർക്ക് ഫോഴ്സ് ആയിരുന്നു ഇൻക്രീസ് ആയിട്ട് നിന്നിരുന്നത്. ഇപ്പോൾ ജോബിലാണെങ്കിലും പവറിലാണെങ്കിലും എല്ലാം എന്താണ്, മെയിൽ ഡൊമിനേറ്റഡ് ആയിരുന്നു നിന്നിരുന്നത്. പക്ഷെ ഇപ്പം റീസെന്റ് അല്ലെങ്കിൽ ഡീക്കേഡ്സ് ആയിട്ട് സ്ത്രീകളുടെ അതല്ലെങ്കിൽ വുമൻസിന്റെ ലേബർ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ കൃത്യമായിട്ടുള്ള പെർസെന്റേജ് മെന്നിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ സ്ത്രീകളുടെ ആണെങ്കിലും അവർ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്സ് അവിടെ പെർസെന്റേജിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ 1980 ല്
സോറി 1980 മെന്നിന്റെ പാർട്ടിസിപ്പേഷൻ റേറ്റ് അവിടെ തന്നിട്ടുള്ളത് 87.5% ആണ്. അതേസമയം വുമന്റെ പാർട്ടിസിപ്പേഷൻ റേറ്റ് ഓഫ് 57.4%. ദെൻ അത് 1995 ആയപ്പോഴേക്കും മെൻ പാർട്ടിസിപ്പേഷൻ 86.0 ആയി ഡിഗ്രീസ് ചെയ്തു. അതേസമയം വുമൻ പാർട്ടിസിപ്പേഷൻ 57.4%-ൽ നിന്നും 60.1% ആയി എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ 2000 ആയപ്പോഴേക്കും മെൻ പാർട്ടിസിപ്പേഷൻ 85.5% ആവുകയും വുമൻ പാർട്ടിസിപ്പേഷൻ 60.7% ആയി കൂടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ 2010 ആയപ്പോൾ 84.6% മെൻ പാർട്ടിസിപ്പേഷൻ ആയി കുറഞ്ഞു. അതുപോലെ തന്നെ വുമൻ പാർട്ടിസിപ്പേഷനോ 57.4%-ൽ നിന്നും ഞാൻ പറഞ്ഞല്ലോ 98-ൽ 57 ആയിരുന്നത് 2010 ആയപ്പോൾ എത്രയായി 61.5% ആയി കൂടി. അപ്പൊ ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഗ്ലോബലി നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ ലേബർ ഫോഴ്സ് പുരുഷന്മാരെക്കാൾ എന്ത് ചെയ്തു, സ്ലൈറ്റ്ലി ഇൻക്രീസ് കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പുരുഷന്മാരുടെ എന്താണ് കുറയുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ പറയുന്നത് ഗ്ലോബൽ ലേബറിൽ, അതായത് വുമന്റെ ഗ്ലോബൽ ലേബർ കോൺട്രിബ്യൂഷൻ എന്താണ് കൂടിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. കാരണം ഇപ്പൊ ഒരു വർഷം എടുക്കുകയാണെങ്കിൽ 1960 to 1997 കണക്ക് പ്രകാരം, വേൾഡ് ബാങ്ക് എസ്റ്റിമേഷൻ പ്രകാരം ഗ്ലോബൽ ലേബറിൽ വുമന്റെ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, 126%, അതായത് 126% എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് അവരുടെ കോൺട്രിബ്യൂഷൻ. ഓക്കെ, പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ വുമന്റെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ലേബർ ഫോഴ്സ് ഇപ്പോഴും എന്താണ് കുറവ് തന്നെയാണ്. ഗ്ലോബലി കൂടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും എന്താണ് വുമൻ വർക്ക് ഫോഴ്സ് കുറവ് തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു പെർസെന്റേജ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ മെൻ പാർട്ടിസിപ്പേഷൻ എത്രയാണ്, 54.7% ആണെങ്കിൽ സ്ത്രീകളുടേത് 28.7% ആണ്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയിൽ എന്താണ് ഇപ്പോഴും വുമൻ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ജോലികൾ സ്ത്രീകളിലേക്ക് പ്രവേശിക്കുന്നത് ഇപ്പോഴും എന്താണ് കുറവ് തന്നെയാണ്. ഇനി നമുക്കൊരു പാറ്റേൺസ് ഓഫ് ചേഞ്ചിൽ എന്തൊക്കെ പാറ്റേൺസ് ആണ് വന്നത് നോക്കി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ആദ്യ കാലഘട്ടത്തൊക്കെ സ്ത്രീകൾ കൂടുതൽ വർക്ക് ചെയ്തിരുന്നത് അഗ്രികൾച്ചർ, ഹോം ബേസ്ഡ് ടാസ്കുകൾ, അതുപോലെ തന്നെ ഫുഡ് പ്രോസസ്സിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരുന്നു സ്ത്രീകൾ പലപ്പോഴും വർക്ക് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ എന്തിലോട്ട് പ്രവേശിച്ചു, പ്രൊഫഷണൽ സെക്ടേഴ്സിലോട്ടൊക്കെ സ്ത്രീകൾ എൻട്രി ചെയ്യാൻ തുടങ്ങി. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വന്നത് അതിനുശേഷം എന്ത് ചെയ്തു, ഇൻഡസ്ട്രിയും കാര്യങ്ങളും ഓഫീസിലൊക്കെ വന്നതുകൊണ്ട് തന്നെ സ്ത്രീകൾ എന്ത് ചെയ്തു, എല്ലാ സെക്ടേഴ്സിലോട്ടും എന്ത് ചെയ്യാൻ വരാൻ തുടങ്ങി. വിദ്യാഭ്യാസം, അതുപോലെ ഗവൺമെന്റ് പോളിസീസ് ഒക്കെ വന്നതോടെ തന്നെ സ്ത്രീകൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും അതല്ലെങ്കിൽ പൊളിറ്റിക്സ്, ഇങ്ങനെയുള്ള ലോസ് എല്ലാത്തിലോട്ടും സ്ത്രീകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, എൻട്രി ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. എങ്കിലും പലപ്പോഴും സ്ത്രീകൾ കാഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള പാർട്ട് ടൈം ജോബുകൾ, ഹോം ബേസ്ഡ് വർക്കുകളാണ് സ്ത്രീകൾ എന്ത് ചെയ്യാറ്, എൻഗേജ് ചെയ്യാറ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ പറയുന്ന ഒരു പോയിന്റ് ആണ്, വേൾഡ് വാർ സെക്കൻഡിന് ശേഷം സ്ത്രീകൾ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്തു, കൂടി. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വാർ സെക്കൻഡ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, പുരുഷന്മാർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് സ്ത്രീകൾ എന്ത് ചെയ്തു, ഫാക്ടറികളിലേക്കും അതുപോലെ തന്നെ ഓഫീസുകളിലേക്കൊക്കെ എന്ത് ചെയ്യും, ജോയിൻ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് വേൾഡ് വാർ സെക്കൻഡിന് ശേഷം സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കൂടാൻ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത്, ഡെവലപ്പിംഗ് കൺട്രീസിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ റേറ്റ് അല്ലെങ്കിൽ നമ്പേഴ്സ് കൂടുന്നതിലുപരി അവരുടെ വർക്ക് ടൈപ്പ്, അതായത് ഇപ്പോ നമ്മൾ പറഞ്ഞ മുമ്പേ സ്ത്രീകൾ കൂടുതലായിട്ടും അഗ്രികൾച്ചർ അല്ലെങ്കിൽ അങ്ങനെ ഹോം ബേസ്ഡ് ടാസ്കിലായിരുന്നു സ്ത്രീകൾ കൂടുതലായിട്ടും വർക്ക് ചെയ്തിരുന്നത്. പക്ഷെ ഡെവലപ്പിംഗ് കൺട്രീസിൽ അതിനുശേഷം എന്ത് ചെയ്തു, സ്ത്രീകളുടെ വർക്ക് ടൈപ്പിൽ മാറ്റമുണ്ടായി. നമ്മൾ പറഞ്ഞ ഒരു പ്രൊഫഷണൽ സെക്ടറിലോട്ടൊക്കെ എന്ത് ചെയ്യാൻ വരാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. ഫാക്ടറികളിലോട്ടും ഓഫീസുകളിലോട്ടുള്ള ജോബുകളിലേക്കൊക്കെ അവര് പോകാൻ തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇവിടെ ഫെമിനൈസേഷൻ ഓഫ് പോവർട്ടിനെ കുറിച്ചാണ്. ഫെമിനൈസേഷൻ ഓഫ് പോവർട്ടി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതലും എന്ത് ഫേസ് ചെയ്യുന്നത്, പോവർട്ടി ഫേസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താണ്, സ്ത്രീകൾക്ക് ലഭിക്കുന്ന ലോ വേജ്, അതുപോലെ അവർ ഇൻഫോർമൽ സെക്ടേഴ്സിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്, അവർക്ക് പ്രൊമോഷൻ കുറവാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ സ്ത്രീകളാണ് സൊസൈറ്റിയിൽ കൂടുതലായിട്ടും പോവർട്ടി ഫേസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് നമ്മുടെ ജെൻഡർ സെഗ്രിഗേഷൻ ഓഫ് വർക്ക്. ജെൻഡർ സെഗ്രിഗേഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയാ, സോഷ്യൽ അസംഷൻ ആണ്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ജോബ് അതിന് ജെൻഡറിനെ ബേസ് ചെയ്തുകൊണ്ട് വർക്കിൽ ഉണ്ടാവുക ഒരു സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്പാരിറ്റി കൊണ്ടുവരിക. അതായത് ഇപ്പോ എന്താ പറയാ, ഇപ്പോ
കൺസ്ട്രക്ഷന് അതുപോലെ തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് പോലുള്ള ഫീൽഡിൽ പുരുഷന്മാർക്ക് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അസംഷൻ. അതുപോലെ തന്നെ ഇപ്പൊ ടീച്ചിങ്, നഴ്സിംഗ്, ഹോം കെയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് കെയറുമായി ബന്ധപ്പെട്ട ഇങ്ങനത്തെയുള്ള ജോലികളൊക്കെ സ്ത്രീകൾ ചെയ്യുക. ഇങ്ങനെ ജെൻഡറിനെ ബേസ് ചെയ്ത് പുരുഷന്മാർക്ക് ഒരു പ്രത്യേക ജോലികൾ, സ്ത്രീകൾക്ക് ചില പ്രത്യേക ജോലികൾ, ഇങ്ങനെ ജെൻഡറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ വർക്കിൽ എന്ത് ചെയ്യുക, ഒരു സെഗ്രിഗേഷൻ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ജെൻഡർ സെഗ്രിഗേഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, നമ്മളെ ബയോളജിക്കലി ഡിഫറൻസസ് നോക്കിയിട്ടല്ല, നമ്മുടെ ജെൻഡറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിവിഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ്, അതായത് ഓൾറെഡി പുരുഷന്മാരും സ്ത്രീകളും സ്ലൈറ്റ്ലി എന്തുണ്ട് അവരുടെ കെപ്പബിലിറ്റീസിൽ അല്ലെങ്കിൽ എബിലിറ്റീസിൽ സ്ലൈറ്റ്ലി ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എങ്കിലും ഇങ്ങനെയുള്ള ഈ ഒരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് അതിനെ എക്സാജറേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സെക്സ് റോൾ അസംഷൻസ്, ഒക്യുപേഷണൽ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഒരു വർക്കിലുള്ള ഒരു ഡിഫറൻസസ്, സ്ത്രീനും പുരുഷനും ബേസ് ചെയ്ത് കാണിട്ടുള്ള വർക്കിലുള്ള ഒരു ഡിഫറൻസസ് സെക്സ് റോൾ അസംഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഒക്യുപേഷണൽ സെപ്പറേഷന് കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ ജെൻഡർ മാർക്കിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒക്യുപേഷനിലുള്ള ജെൻഡർ മാർക്കിംഗ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. അതായത് നമ്മുടെ ജെൻഡറിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പൊ സ്ത്രീകൾക്ക് ഇന്ന ജോലികളെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ലേബൽ, ജെൻഡറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ലേബൽ, അതിനെയാണ് ജെൻഡർ മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ജെൻഡർ സെഗ്രിഗേഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ജെൻഡർ സെഗ്രിഗേഷൻ ഓഫ് വർക്കിൽ 3 ടൈപ്സ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാ നോക്കി നോക്കാം. ഹൊറിസോണ്ടൽ സെഗ്രിഗേഷൻ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ വെർട്ടിക്കൽ സെഗ്രിഗേഷൻ ആൻഡ് തേർഡ് വൺ ഇന്റേണൽ സെഗ്രിഗേഷൻ. ഹൊറിസോണ്ടൽ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വുമൺ ആൻഡ് മെൻ വർക്ക് ഇൻ ഡിഫറെന്റ് സെക്ടേഴ്സ്. മനസ്സിലായില്ലേ, സ്ത്രീകളും എന്ത് ചെയ്യുക, പുരുഷന്മാര് ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കേഴ്സിലായിരിക്കും അവിടെ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോ പുരുഷന്മാരാണെങ്കിൽ ആർമിയില്, അതുപോലെ തന്നെ പോലീസില്, കൺസ്ട്രക്ഷൻ വർക്ക്, എഞ്ചിനീയർ വർക്ക്, ഇതിലൊക്കെ ഇങ്ങനത്തെ ഫീൽഡുകളിലൊക്കെ പുരുഷന്മാര് ജോലി ചെയ്യുക. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ നഴ്സിംഗ്, ടീച്ചിങ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സർവീസ് സെക്ടർ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആര് വർക്ക് ചെയ്യുക, സ്ത്രീകൾ വർക്ക് ചെയ്യുക. അപ്പൊ ഇതിലുള്ള ഒരു ഡിസ്പാരിറ്റി നമ്മൾ എന്താ പറയാ, ഹൊറിസോണ്ടൽ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ടൈപ്പാണ് വെർട്ടിക്കൽ സെഗ്രിഗേഷൻ. വെർട്ടിക്കൽ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോ ഒരു മെയിൽ അല്ല ഫീമെയിൽ ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വർക്കിൽ അല്ലെങ്കിൽ ഒക്യുപ്പേഷനിലാണെങ്കിലും അവിടെ എന്ത് ചെയ്യുക, അവിടുത്തെ ഹയർ പൊസിഷൻസ് അല്ലെങ്കിൽ മാനേജീരിയൽ റോൾ ആരെ ഏൽപ്പിക്കുക, പുരുഷന്മാരെ ഏൽപ്പിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇനീക്വാലിറ്റിനെ നമ്മൾ വെർട്ടിക്കൽ സെഗ്രിഗേഷൻ എന്ന് പറയാം. ഓക്കെ, അവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത് ആരായിരിക്കും, സ്ത്രീകളായിരിക്കാം. പക്ഷെ അതിന്റെ ഉയർന്ന പൊസിഷനുകൾ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ പൊസിഷൻസ് ആയിരിക്കും നൽകുക, പുരുഷന്മാരെ ഏൽപ്പിക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർട്ടിക്കൽ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ ഇന്റേണൽ സെഗ്രിഗേഷൻ. ഇന്റേണൽ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഒക്യുപ്പേഷൻ ആയിരിക്കും, സ്ത്രീയും പുരുഷനും ചെയ്യുന്നത് ഒരേ ജോലി തന്നെ ആയിരിക്കും. പക്ഷെ അവർക്ക് എന്ത് ചെയ്യുക, ഡിഫറെന്റ് ആയിട്ടുള്ള ടാസ്കുകൾ ഏൽപ്പിക്കുക. അതായത് ഇപ്പോ ഒരു ജോലിയിൽ അവർക്ക് പുറത്തു പോയി ചെയ്യേണ്ട എന്തെങ്കിലും വർക്കുകൾ അല്ലെങ്കിൽ ടാസ്കുകൾ ഉണ്ടെങ്കിൽ അത് ആരെ ഏൽപ്പിക്കുക, പുരുഷന്മാരെ ഏൽപ്പിക്കുക. അതേപോലെ തന്നെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിലുള്ള സർവീസ് സപ്പോർട്ടുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ആരെ ഏൽപ്പിക്കുക, സ്ത്രീകളെ ഏൽപ്പിക്കുക. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, ഇന്റേണൽ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സെഗ്രിഗേഷൻസ് വുമൻസിനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് പ്രൊമോഷൻ നൽകുന്നതിലും ഒരു സൊസൈറ്റിയിൽ അപ്വേർഡ് മൊബിലിറ്റിയിലേക്ക് സ്ത്രീകളെ നയിക്കുന്നതിലും എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകളെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ ഇൻഫോർമൽ സെക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇൻഫോർമൽ സെക്ടർ? ഇൻഫോർമൽ സെക്ടറിലാണ് കൂടുതലായിട്ടും ആരാണ് ജോലി ചെയ്യുന്നത്, സ്ത്രീകൾ കൂടുതലായിട്ടും ജോലി ചെയ്യുന്നത് ഇൻഫോർമൽ സെക്ടറിലാണ്, എസ്പെഷ്യലി ഇൻ ഡൊമസ്റ്റിക് വർക്ക്, അതുപോലെ തന്നെ സ്ട്രീറ്റ് വെൻഡിങ് ആൻഡ് ഹോം ബേസ്ഡ് ആക്ടിവിറ്റീസ്. ഇതൊക്കെ ഇൻഫോർമൽ സെക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. അതായത് ഇങ്ങനെയുള്ള ഇൻഫോർമൽ സെക്ടറിൽ സ്ത്രീകൾ ജോലി ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ഇൻഫോർമൽ സെക്ടറിന്റെ ഫ്ലെക്സിബിലിറ്റി ആണ്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി കാരണമാണ് സ്ത്രീകൾ പലപ്പോഴും ഇൻഫോർമൽ സെക്ടർ ചൂസ് ചെയ്യാനുള്ള കാരണം. അതായത് ഫ്ലെക്സിബിലിറ്റി ഉദ്ദേശിച്ചുകൊണ്ട് അവർക്ക് വർക്കും ചെയ്യാം, അതേസമയം അവരുടെ ഹോം റെസ്പോൺസിബിലിറ്റീസും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് രണ്ടും ബാലൻസ് ചെയ്തിട്ട് ഹൗസ് ഹോൾഡ് കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ വർക്കും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവർക്ക് ഇൻഫോർമൽ സെക്ടറിൽ എന്താണ് സാധ്യമാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൻഫോർമൽ സെക്ടർ വുമൻസ് എന്ത് ചെയ്യാൻ ചൂസ് ചെയ്യാൻ കാരണം. നെക്സ്റ്റ് ഇവിടെ പറയുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് ഫോർമൽ സെക്ടറിൽ ആക്സസ് ചെയ്യാൻ സാധിക്കാറില്ല. അവർക്ക് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് എന്താണ് ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ബാധ്യസ്ഥരാവാണ്. ഫോർമൽ സെക്ടർ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നു, ഇൻഫോർമൽ സെക്ടർ ആണ് പിന്നെ അവർക്ക് ആകുള്ള ഒരു ഓപ്ഷൻ. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നു, ഇൻഫോർമൽ സെക്ടറിലോട്ട് പോകുന്നത്. ഇതൊക്കെയാണ് ഇൻഫോർമൽ സെക്ടറിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കൂടാനുള്ള കാരണം. അതുപോലെ തന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ ഇൻഫോർമൽ സെക്ടറിൽ സ്ത്രീകൾ കൂടുതൽ നമ്മൾ പറഞ്ഞു ഇൻഫോർമൽ സെക്ടറിലാണ്. ഇൻഫോർമൽ സെക്ടറിൽ എന്താണ് സ്ത്രീകൾക്കുള്ള സാലറി അതല്ലെങ്കിൽ അവരുടെ ഇൻകം അല്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്താണ് വളരെ കുറവാണ് എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് ടോപ്പിക് ആണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അറ്റ് വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വർക്കിൽ ജെൻഡറിന്റെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുമ്പോൾ, അതായത് സ്ത്രീകളോട് അവർക്കിപ്പോ പ്രൊമോഷനിലാണെങ്കിലും വേജിലാണെങ്കിലും പുരുഷന്മാരെക്കാൾ കുറവ് നൽകപ്പെടുക. അപ്പൊ ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇതിലുണ്ടാവുന്നത് സ്ത്രീകളുടെ പ്രൊമോഷന്, അതുപോലെ സക്സസ്, അതുപോലെ ജോലിയിലേക്ക് എൻട്രി ചെയ്യാനുള്ള അവരുടെ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷന് ഡിഫറെന്റ് ഫോംസുകളുണ്ട്. അത് ഏതൊക്കെയാണ്? വേജ് ഗ്യാപ്സ്, അതുപോലെ തന്നെ ഗ്ലാസ് സീലിംഗ്, സെക്ഷൽ ഹാരാസ്മെന്റ് ആൻഡ് ഡബിൾ ബർഡൻ. ഈ ഒരു 4 ഫോംസും എന്താണ് ജെൻഡർ ഡിസ്ക്രിമിനേഷനിൽ പെട്ടതാണ്. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കി നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് വേജ് ഗ്യാപ്പ്. വേജ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു നമ്മൾ നേരത്തെ പഠിച്ചു ജെൻഡർ സെഗ്രിഗേഷൻ ആണ് വേജ് ഗ്യാപ്പ് എന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ വേജ് ഗ്യാപ്പിൽ സ്ത്രീകൾക്ക് എന്താണ് ലോ പേയിങ്, അതുപോലെ ലോ ഗ്രോത്ത് ജോബ്സ് ആണ് സ്ത്രീകൾക്ക് നൽകപ്പെടാറുള്ളത്. അതേപോലെ തന്നെ സ്ത്രീകൾ പലപ്പോഴും നമ്മൾ പറഞ്ഞു ടെമ്പററി ജോബ്സുകളാണ് പലപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ടെമ്പററി അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബുകൾ സ്ത്രീകളുടെ ഇൻകവും അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, ആനുകൂല്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് ഒരു പ്രൊമോഷന്, സീനിയോറിറ്റി, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള പാർട്ട് ടൈം ജോബുകൾ കാരണം കുറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന കൺസ്ട്രൈൻസ് എന്തൊക്കെയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മെറ്റേണിറ്റി, അതുപോലെ തന്നെ ഇനബിലിറ്റി ടു വർക്ക് നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ അവർക്ക് കഴിയാതിരിക്കുക, അതുപോലെ തന്നെ അവർക്ക് മെറ്റേണിറ്റി, അതുപോലെ ചൈൽഡ് കെയർ, ഇതൊക്കെ എന്താണ് അവരുടെ കൺസ്ട്രൈൻസ് ആണ് സ്ത്രീകൾക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊക്കെ അവരെ എന്തിന് കുറക്കുന്നുണ്ട്, അവരുടെ സീനിയോറിറ്റി കുറക്കുകയും അത് കുറക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പല യൂണിയൻസും, എംപ്ലോയ്മെന്റ് വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള പല യൂണിയൻസും സ്ത്രീകളുടെ ഇഷ്യൂസ് എന്ത് ചെയ്യില്ല, പ്രയോറിറ്റൈസ് ചെയ്യാറില്ല. പലപ്പോഴും പുരുഷന്മാർക്കാണ് പ്രയോറിറ്റൈസേഷൻ കൂടുതൽ കൊടുക്കാറുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് വേജ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ എന്താണ്, വേജിലുള്ള ഗ്യാപ്പ് ജെൻഡറിനെ ബേസ് ചെയ്താണ്. ഇപ്പോൾ പുരുഷന്മാർക്ക് കൂടുതലായിട്ട് വേജ് കൊടുക്കുക, സെയിം ഒക്യുപ്പേഷനിൽ പുരുഷന്മാർക്ക് കൂടുതലും സ്ത്രീകൾക്ക് കുറവും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ആണ് നമ്മൾ പറയുക വേജ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു പോയിന്റ് ഇവിടെ പറയാണ്, ഒക്യുപ്പേഷൻ ഷിഫ്റ്റ് ഇൻ വാല്യൂ വെൻ ജെൻഡർ കമ്പോസിഷൻ ചേഞ്ച്. നമ്മൾ പഠിച്ചു ജെൻഡർ കമ്പോസിഷനിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ വാല്യൂയിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോ ഒരു ജോലിയിലോട്ട്, ഒരു പർട്ടിക്കുലർ ജോബിൽ സ്ത്രീകൾ കൂടുതലായിട്ട് പ്രവേശിക്കുകയാണെങ്കിൽ ആ ജോലിന്റെ എന്ത് ചെയ്യുന്നു, വാല്യൂ കുറയുന്നു. അതേപോലെ തന്നെ ഒരു ജോലിയിൽ പുരുഷന്മാരാണ് കൂടുതൽ പ്രവേശിക്കുന്നതെങ്കിലോ ആ ഒരു ജോലിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു, കൂടുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലർക്ക് ജോലിയിൽ സ്ത്രീകൾ കൂടുതലായിട്ട് പ്രവേശിക്കുക, അപ്പൊ ആ ഒരു ക്ലർക്ക് ജോലിയുടെ എന്ത് ചെയ്യുന്നു, വാല്യൂ കുറയുകയും സ്ത്രീകൾക്കുള്ള ഇൻകം എന്ത് ചെയ്യുന്നു, കുറയുകയും ചെയ്യുന്നു. അതേസമയം ഇപ്പൊ ഒരു പുരുഷന്മാർക്ക് എക്സാമ്പിൾ പറയുന്നത്, പ്രോഗ്രാമിംഗ് ഫീൽഡിലോട്ട് പുരുഷന്മാർ ധാരാളമായിട്ട് എൻഗേജ്ഡ് ആവുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോഗ്രാമിംഗ് ഫീൽഡിന്റെ വാല്യൂ കൂടുകയും അതുപോലെ തന്നെ അവർക്കുള്ള സാലറി എന്ത് ചെയ്യുന്നു, കൂടുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഒരു ഫോമാണ് ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. ജെൻഡർ ഡിസ്ക്രിമിനേഷന്റെ ഒരു ഫോമാണ് എന്ത്, ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. ഗ്ലാസ് സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമൺ റിമെയിൻ അറ്റ് ലോവർ ഓർഗനൈസേഷൻ ലെവൽസ്. സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, പലപ്പോഴും ഓർഗനൈസേഷൻ ലെവൽസിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് സ്ത്രീകൾ പലപ്പോഴും അവശേഷിക്കപ്പെടാറുള്ളത്. ഇവിടെ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് എന്താണ് മതിയായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ പോലും അവർക്കൊരു ഒക്യുപ്പേഷനിൽ ഇനഫ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ടോപ്പ് ലെവലിൽ എത്താൻ അവർക്ക് എന്ത് ചെയ്യുക, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ബർഡൻ ഉണ്ടാവുക. അവർക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിലും ടോപ്പ് ലെവൽ പൊസിഷനിലോട്ട് സ്ത്രീകൾക്ക് കഴിയാതിരിക്കുക, അതായത് ഒരു ബേർഡൻ, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ബേർഡൻ അവർക്ക് മുന്നിൽ ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകളുടെ പ്രൊമോഷന്, അതുപോലെ ഓപ്പർച്യൂണിറ്റീസ്, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു വർക്ക് എൻവയോൺമെന്റിൽ സ്ത്രീകൾക്ക് പലപ്പോഴും അവരെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് പലപ്പോഴും എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, അസർട്ടീവ്നെസ്സും അതുപോലെ തന്നെ അവരുടെ ഫെമിനിറ്റിയും, ഇത് രണ്ടിന്റെ ഇടയിലുള്ള ഒരു ബാലൻസ് അവർക്ക് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പലപ്പോഴും. അതായത് ഇപ്പൊ അവർ ടു സ്ട്രോങ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, ജഡ്ജ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ടു സോഫ്റ്റ് ആണെങ്കിൽ തന്നെ അവർ ഇഗ്നോർ ചെയ്യപ്പെടും. അപ്പൊ ഇതിന്റെ രണ്ടിലും ഇടയിലുള്ള ഒരു ബാലൻസ് അവർക്ക് പലപ്പോഴും കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഇവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഒരു ടോപ്പ് ലെവലിലേക്ക് എത്താനുള്ള ഒരു ബേർഡൻ ഉണ്ടാവുകയാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് അത്തരത്തിലൊരു ഇന്ററപ്ഷൻസ് എന്തൊക്കെയാണ് അവർക്ക് ഉണ്ടാവുന്നത്? അതിലൊന്നാണ് ചൈൽഡ് കെയർ, അവർക്ക് കുട്ടികളെ നോക്കണം. അതുപോലെ തന്നെ ലിമിറ്റഡ് ട്രെയിനിങ് ആക്സസ്, അവർക്ക് ഇതുപോലെയുള്ള സ്കിൽസ് ട്രെയിനിങ്, അതുപോലെ മറ്റ് ആക്സസ് ചെയ്യാനുള്ള ട്രെയിനിങ്, ഇതൊക്കെ എന്താണ് അവർക്ക് വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ള റിജിഡ് മെയിൽ ഡിസൈനഡ് കരിയർ സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ ബയസ്ഡ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, അതായത് ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ ഉള്ള സ്ത്രീകളോടുള്ള ബയസ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബാരിയർ അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ
അപ്പോൾ ഒരു സെയിം ഒക്യുപ്പേഷൻ അതിലോട്ട് സ്ത്രീയും പുരുഷനും ഒരേ സമയമാണ് എൻട്രി ചെയ്തതെങ്കിലും പലപ്പോഴും സ്ത്രീകൾക്ക് അതിന്റെ ടോപ്പ് ലെവലിൽ എത്തപ്പെടാൻ വളരെ കുറവായിരിക്കും, പുരുഷന്മാരായിരിക്കും കൂടുതലായിട്ടും അതിന്റെ ടോപ്പ് ലെവലിൽ എത്തിപ്പെടുന്നുണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ എന്താ പറയുക, ഗ്ലാസ് സീലിംഗ് എന്ന് പറയാ. നെക്സ്റ്റ് ഒരു ഫോമാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷന്റെ ഒരു ഫോമാണ് സെക്ഷൽ ഹരാസ്മെന്റ്. ഓക്കെ, സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഇപ്പോ വർക്ക് എൻവയോൺമെന്റിൽ സ്ത്രീകളോട് അൺവാണ്ടഡ് ബിഹേവിയർ ചെയ്യുക, അൺവാണ്ടഡ് ആയിട്ട് പെരുമാറുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്നത്. സെക്ഷൽ ഹരാസ്മെന്റിൽ ഇപ്പോൾ അതിന്റെ ഫോംസിലാണ് എന്തൊക്കെ, ഫിസിക്കൽ കോൺടാക്ട്, വെർബൽ റിമാക്സ് ആൻഡ് നോൺ വെർബൽ സെക്ഷൽ യൂസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ കോൺടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടച്ചിങ് അല്ലെങ്കിൽ ഗ്രാബിങ് ഇതൊക്കെ എന്തെങ്കിലും ഉൾപ്പെടും, ഫിസിക്കൽ കോൺടാക്റ്റിൽ ഉൾപ്പെടും. അതുപോലെ വെർബൽ റിമാക്സിലാണെങ്കിൽ സെക്ഷൽ കമന്റ് അടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെർബിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ നോൺ വെർബൽ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, എന്തെങ്കിലും ഗസ്റ്റേഴ്സ് കാണിക്കുക, അതല്ലെങ്കിൽ സ്റ്റെയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടും. അപ്പൊ ഇതൊക്കെ എന്തിൽ പെടുന്നുണ്ട്, സെക്ഷൽ ഹരാസ്മെന്റിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെതിരെ ഉള്ള സെക്ഷൽ ഹരാസ്മെന്റിനെ എതിരെയുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി വന്ന ഒരു കമ്മീഷനാണ് എന്ത്, ഇവിടെ പറഞ്ഞ EEOC എന്ന് പറയുന്നത്, അതായത് ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ. ഈ ഒരു ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും ഈക്വൽ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി നൽകപ്പെടുക എന്നുള്ളതിൽ കൊണ്ടുവന്ന കമ്മീഷനാണ്. അപ്പൊ ഇത് സെക്ഷൽ ഹരാസ്മെന്റിന് എന്ത് ചെയ്യുന്നുണ്ട്, വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ 1997 എന്ത് ചെയ്തിട്ടുണ്ട്, വിശാഖ ഗൈഡ് ലൈൻസും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സെക്ഷൽ ഹരാസ്മെന്റിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ശക്തിപ്പെടുത്തുകയും കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും സെക്ഷൽ ഹരാസ്മെന്റ് പലപ്പോഴും എന്താണ്, സ്ത്രീകൾക്കെതിരെ ഉണ്ടാവുന്ന സെക്ഷൽ ഹരാസ്മെന്റ് സ്ത്രീകൾ അവരുടെ പേടി കാരണം, അതല്ലെങ്കിൽ അവരുടെ സ്റ്റിഗ്മ ഓർത്ത് അതല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും കേസുകൾ ഫയൽ ചെയ്ത് എന്താണ് അൺറിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വർക്ക് ഫീൽഡിൽ സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ടെങ്കിൽ അവര് ഒരു കേസ് ഫയൽ ചെയ്യുന്നതിന് പകരം അവരെന്താണ്, അവരുടെ ഭയം കാരണം അവരെന്താ ചെയ്യാറ്, ഫ്രീക്വന്റ് ആയിട്ട് ആ ഒരു ജോബ് വേണ്ടാന്ന് വെച്ച് പോവാണ് അല്ലെങ്കിൽ ലീവ് ചെയ്യാറാണ് ചെയ്യപ്പെടാറുള്ളത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഫോമും കൂടി ഉണ്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അതാണ് ഡബിൾ ബർഡൻ എന്ന് പറയുന്നത്. ഡബിൾ ബർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേർഡ് തന്നെ ഉണ്ട്, സ്ത്രീകൾക്ക് എന്താണ്, ഇപ്പോൾ വർക്ക് പ്ലേസിലാണെങ്കിൽ അവർക്ക് വർക്കും ചെയ്യണം, അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യണം, വീട്ടിലുള്ള കാര്യങ്ങളും അവർക്ക് ചെയ്യണം, ഹൗസ് വർക്കും അവർക്ക് ചെയ്യണം, അതായത് ഹൗസ് ഹോൾഡ്സും അവർക്ക് ചെയ്യണം, അതേസമയം വർക്കും ചെയ്യണം, അതായത് ഒരേ സമയം ഒരു പെയ്ഡ് ആൻഡ് അൺപെയ്ഡ് വർക്ക് ചെയ്യണം. അപ്പൊ ഇങ്ങനെ അവരുടെ മുന്നിൽ ഒരു ഡബിൾ ബർഡൻ എന്താണ് ഉണ്ടാവുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡബിൾ ബർഡൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട്, വുമൻസ് വർക്ക് ഫോഴ്സ് എൻട്രി ഡസ് നോട്ട് റെഡ്യൂസ് ഹൗസ് വർക്ക് എക്സ്പെക്ടേഷൻ. അതായത് വുമൻസ് വർക്ക് ഫോഴ്സിൽ എൻട്രി ചെയ്താലും അവരുടെ ഹൗസ് വർക്ക് എക്സ്പെക്ടേഷൻസ് എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല എന്നാണ് പറയുന്നത്. വുമൻസ് എന്ത് ചെയ്യണം, പെയ്ഡ് ആയിട്ടുള്ളതും ചെയ്യണം, അൺപെയ്ഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് ലേബറും ചെയ്യണം. അൺപെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻകം ലഭിക്കുന്ന അവരുടെ ഒരു ജോബ്, അതിനെയാണ് നമ്മൾ പെയ്ഡ് വർക്ക് എന്ന് പറയുന്നത്. അൺപെയ്ഡ് പറഞ്ഞാൽ അവർ ഡൊമസ്റ്റിക് ലേബർ, അതിന് അൺപെയ്ഡ് ലേബർ, ഇത് രണ്ടും ഒരേ സമയം അവർക്ക് എന്ത് ചെയ്യണം, ചെയ്യേണ്ടി വരികയാണ്. അതേസമയം ഇവർ ഇത്തരത്തിൽ ഒരു ലോങ് ഹവേഴ്സിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് സ്ട്രെസ്സും അതുപോലെ തന്നെ ടയേർഡ്നെസ്സും എന്ത് ചെയ്യാണ്, കൂടുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ത്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ചൈൽഡ് കെയർ സപ്പോർട്ട് ഇല്ലാത്തത് തന്നെ എന്താണ്, ഒരു ബേർഡൻ ആണ്. അതും തന്നെ ഒരു ബേർഡൻ ആണ് സ്ത്രീകളുടെ എന്നാണ് പറയുന്നത്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ചൈൽഡ് കെയർ സപ്പോർട്ട് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ പോളിസി കൊണ്ടുവരികയാണെങ്കിൽ അത് സ്ത്രീകൾക്ക് എന്തായാലും ഭയങ്കര ഒരു സപ്പോർട്ട് ആയിരിക്കും. അതല്ലെങ്കിൽ അവരുടെ വർക്ക് ഫോഴ്സിൽ അതെന്ത് ചെയ്യും, ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ 4 ഫോംസിൽ പഠിച്ചു, ജെൻഡർ ഡിസ്ക്രിമിനേഷന്റെ, ഡബിൾ ബേർഡന്, അതുപോലെ തന്നെ സെക്ഷൽ ഹരാസ്മെന്റ് പഠിച്ചു, ഗ്ലാസ് സീലിംഗ് പഠിച്ചു, അതുപോലെ തന്നെ വേജ് ഗ്യാപ്പ് പഠിച്ചു. ഓക്കെ, മനസ്സിലാവുന്ന വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ അടുത്ത ടോപ്പിക്കാണ് വുമൺ ആൻഡ് വർക്ക് ഇൻ റൂറൽ ഏരിയാസിലുള്ള വുമന്റെ വർക്കുകളാണ് ഇവിടെ പറയുന്നത്. അതായത് പറയുകയാണെങ്കിൽ 3/4 ഓഫ് ദ വേൾഡ് വുമൺ ലിവ് ഇൻ റൂറൽ ഏരിയാസ് എന്നാണ് പറയുന്നത്. അതായത് 4/3 ഭാഗം സ്ത്രീകളും എവിടെയാണ് ജീവിക്കുന്നത്, റൂറൽ ഏരിയാസിലാണ് ജീവിക്കുന്നത്. അവര് എങ്ങനത്തെ വർക്കുകളാണ് ചെയ്യുന്നത്, അഗ്രികൾച്ചർ വർക്കുകൾ, അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക്, ഹാൻഡിക്രാഫ്റ്റ്, ഫാമിലി എന്റർപ്രൈസസ്, ഇങ്ങനെയുള്ള വർക്കുകളാണ് സ്ത്രീകളും റൂറൽ ഏരിയാസിൽ എന്ത് ചെയ്യുന്നത്, ചെയ്യപ്പെടുന്നത്. അതിലും തന്നെ പല വർക്കുകൾ എന്താണ്, അൺപെയ്ഡ് ആണ്, അതുപോലെ തന്നെ സീസണൽ ആണ്, അല്ലെങ്കിൽ ലോ പെയ്ഡ് ആണെന്ന് പറഞ്ഞപ്പോൾ അഗ്രികൾച്ചറിലാണെങ്കിൽ നമുക്കറിയാം സീസണൽ ആണ്, മഴ ഉള്ളപ്പോൾ കൂടുതലായിട്ടോ അല്ലെങ്കിൽ കുറവാണ്. അതുപോലെ അവിടെ ചെയ്യപ്പെടുന്ന വർക്കുകൾ എന്താണ്, ലോ പെയ്ഡ് ആണ് എന്നാ പറയുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയാ, റൂറൽ ഏരിയാസിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് അവർ പലപ്പോഴും എന്ത് ചെയ്യേണ്ട, ഹെൽത്ത് പ്രോബ്ലംസ് ഫേസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഏർലി മാരേജ് നടക്കാറുണ്ട് അവിടെ. അതുപോലെ തന്നെ അവർക്ക് ലോ സ്കൂളിംഗ് ആണ് ലഭിക്കാറുള്ളത്. അതുപോലെ തന്നെ അവർക്ക് ഹെവിയർ വർക്ക് ലോഡ്സ് എന്ത് ചെയ്യും, ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പോളിസീസ്, അതായത് കൃത്യമായിട്ടുള്ള
പ്രൊഡക്റ്റുകൾ ഇല്ലാത്തത് മൂലം പോളിസീസ് പലപ്പോഴും ആക്ച്വൽ വുമൻ കോൺട്രിബ്യൂഷൻസ് എന്താണ് ഇഗ്നോർ ചെയ്യപ്പെടാറാണ് ഉള്ളത്. ഇപ്പൊ ഇത്തരത്തിലുള്ള പറഞ്ഞു അൺപെയ്ഡ് വർക്ക് ആണെങ്കിൽ ഇൻവിസിബിൾ വർക്ക് ആണെങ്കിൽ പോലും അത് നാഷണൽ GDP-യിലോ ഒന്നും അക്കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത്ര റെക്കഗ്നേഷൻസ് അവിടെ എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക് ആണ് റീഡിഫൈനിങ് വർക്ക്. അതായത് ഇവിടെ വർക്കിന് എന്ത് ചെയ്യണം, റീഡിഫൈൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞു വുമൻസിന് എന്ത് ചെയ്യണം, പ്രൊഡക്റ്റീവ് വർക്കും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് വർക്കും പെർഫോം ചെയ്യണം. അതായത് പ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് പ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറയുന്നത്. റീപ്രൊഡക്റ്റീവ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ചൈൽഡ് കെയർ, ഹോം കെയർ, ഇങ്ങനത്തെ വർക്കുകളൊക്കെയാണ് നമ്മൾ എന്താ പറയുക റീപ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞവർക്ക് ഒരേ സമയത്ത് രണ്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്, പെർഫോം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത് രണ്ടിലോട്ടും സ്ത്രീകൾ എന്താണ് എൻഗേജ്ഡ് ആവാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വുമൻസ് അൺപെയ്ഡ് ലേബർ സബ്സിഡൈസ് ദ ഇക്കോണമി. അതായത് വുമൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇപ്പൊ റീപ്രൊഡക്റ്റീവ് വർക്ക് ചെയ്യുന്നുണ്ട്, അൺപെയ്ഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള അൺപെയ്ഡ് വർക്ക് സ്ത്രീകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെന്താണ് ഇക്കോണമിക്ക് ഒരു മണി സേവിങ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇങ്ങനെ സ്ത്രീകൾ ചെയ്യുന്ന അൺപെയ്ഡ് വർക്ക് അല്ലെങ്കിൽ അവർ ഇൻവിസിബിൾ ആയിട്ടാണ് വർക്ക് ചെയ്യപ്പെടുന്നത് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞത് വീട്ടിൽ ചെയ്യുന്ന ജോലികളാണെങ്കിൽ പോലും ചൈൽഡ് കെയർ, ഹോം കെയർ അല്ലെങ്കിൽ അവർ ക്ലീനിങ്, കുക്കിംഗ് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യപ്പെടുന്നൊക്കെ എന്താണ് അൺപെയ്ഡ് വർക്കാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യപ്പെടുന്ന വർക്കിന് എന്ത് ചെയ്യുന്നില്ല, മതിയായ റെക്കഗ്നൈസേഷൻ സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് അവർക്ക് കിട്ടുന്നില്ല. അത് എന്തിനു കാരണമാകുന്നുണ്ട്, ഇനീക്വാളിറ്റിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയാണ് പോളിസികൾ എന്ത് ചെയ്യണം, പോളിസികൾ എന്ത് ചെയ്യണം, പോളിസീസ് മസ്റ്റ് വാല്യൂ ബോത്ത് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കോൺട്രിബ്യൂഷൻ ലൈക്ക് ചൈൽഡ് കെയർ ആൻഡ് എൽഡർ കെയർ. അതായത് ചൈൽഡ് കെയറും അതുപോലെ എൽഡർ കെയർ പോലെയുള്ള സോഷ്യൽ കോൺട്രിബ്യൂഷൻസിനെയും എക്കണോമിക് കോൺട്രിബ്യൂഷൻസിനെയും ഒരുപോലെയുള്ള വാല്യൂകൾ പോളിസീസ് നൽകണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ റീസെന്റ് ഉള്ള സെൻസസ് ഡെഫിനിഷൻസ് ഒക്കെ എന്താ മാറി വരുന്ന സെൻസസ് ഡെഫിനിഷൻസ് വുമന്റെ റിയൽ വർക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപ്ചർ ചെയ്യാൻ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് വർക്കിലുള്ള ഒരു റീഡിഫൈനിങ് ആണ് അവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞു ഇപ്പൊ മാറി വരുന്ന സെൻസസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകളുടെ ആക്ച്വൽ വർക്കിനെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾ പ്രൊഡക്റ്റീവ് വർക്കും റീപ്രൊഡക്റ്റീവ് വർക്കും പെർഫോം ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മുടെ സ്ത്രീകൾ അൺപെയ്ഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇക്കോണമിന് എന്താണ് ഒരു മണി സേവ് ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് അൺപെയ്ഡ് വർക്ക്. അൺപെയ്ഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോ unpaid work includes work for family enterprises, subsistence production, gathering water, firewood, fishing, basic processing, etc. ഇത്തരത്തിലുള്ള വർക്കുകളാണ്. ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഉൽപാദനങ്ങൾ, അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അഗ്രികൾച്ചറിൽ വർക്ക് ചെയ്യുന്നത്, ഫുഡ് പ്രോസസ്സിങ്, ഇതൊക്കെ ഫിഷിംഗ്, ഇതൊക്കെ എന്തിൽ ഉൾപ്പെടും, അൺപെയ്ഡ് വർക്കിൽ ഉൾപ്പെടും. സ്റ്റിൽ എക്സ്ക്ലൂഡഡ്, അതിൽ എന്തൊക്കെ എക്സ്ക്ലൂഡഡ് ആയി പോകും, ഹൗസ് ഹോൾഡ് ചോയ്സ്, അതുപോലെ തന്നെ ചൈൽഡ് കെയർ, എൽഡർ കെയർ, വളണ്ടിയർ വർക്ക്, ഇതിലൊന്നും എന്തില്ല, ഇതൊക്കെ അതിൽ എക്സ്ക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അൺപെയ്ഡ് വർക്ക് പലപ്പോഴും എന്താണ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇൻവിസിബിൾ ആയിരുന്നു, നമ്മൾ പഠിച്ചു ഇൻവിസിബിൾ ആയിട്ടാണ് കാണപ്പെടാറുള്ളത് എന്ന് പറഞ്ഞു. വേൾഡ് ബാങ്കിന്റെ എസ്റ്റിമേറ്റ്സ് പ്രകാരം, കണക്ക് പ്രകാരം ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് ഓഫ് അൺപെയ്ഡ് ലേബർ മിസ്സിംഗ് ഫ്രം നാഷണൽ അക്കൗണ്ട്സ്. എത്ര ആളുകളാണ് നോക്കി നോക്കി, ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് അൺപെയ്ഡ് ലേബർ നാഷണൽ അക്കൗണ്ട്സിൽ നിന്നാണ് മിസ്സിംഗ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ആളുകൾ അൺപെയ്ഡ് വർക്കുകൾ ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു അവർക്ക് എന്ന് പറഞ്ഞാൽ മതിയായ ലോ വേജ് ആയിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവും, അവർക്ക് റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ടാവില്ല. പലപ്പോഴും അൺപെയ്ഡ് വർക്കിൽ പലപ്പോഴും സ്ത്രീകളായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അതുപോലെ നെക്സ്റ്റ് ഒരു ടോപ്പിക് ആണ് മെഷറിംഗ് അൺപെയ്ഡ് വർക്ക്. അൺപെയ്ഡ് വർക്ക് എങ്ങനെ മെഷർ ചെയ്യുക? അൺപെയ്ഡ് വർക്ക് മെഷർ ചെയ്യുന്നത് ടൈം യൂസ് സർവേസ് ആണ് അൺപെയ്ഡ് വർക്കിനെ റിയലിസ്റ്റിക്കലി അൺപെയ്ഡ് വർക്കിനെ മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് 1996 കാനഡ സെൻസസ് ആണ്. ഫസ്റ്റ് അൺപെയ്ഡ് വർക്ക് കാറ്റഗറീസിനെ എന്ത് ചെയ്തിട്ടുള്ളത്, മെഷർ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. മെനി കൺട്രീസ് നൗ യൂസ് ടൈം യൂസ് ഡാറ്റ. അതുപോലെ ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ഇന്തോനേഷ്യ എക്സെട്ര. അതായത് ഇപ്പൊ ഇന്ത്യ ആണെങ്കിലും അതുപോലെ ജപ്പാന്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ഇന്തോനേഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഈ ഒരു ടൈം യൂസ് സർവീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള ടൈം യൂസ് സർവീസ് ഉപയോഗിച്ചുകൊണ്ട് അൺപെയ്ഡ് വർക്കിനെ മെഷർ ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മെത്തഡോളജി സ്റ്റിൽ ബീങ് ഇംപ്രൂവ്ഡ് ഫോർ അക്യൂറസിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും അതിന്റെ മെത്തഡോളജി എന്താണ് ഇംപ്രൂവ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക് ആണ് ജെൻഡർ സെഗ്രിഗേഷൻ ഓഫ് ലേബർ ഇൻ അൺപെയ്ഡ് വർക്കിലുള്ള ലേബറിലുള്ള ജെൻഡർ സെഗ്രിഗേഷൻ ആണ്. അതായത് വുമൺ പെർഫോം മോസ്റ്റ് അൺപെയ്ഡ് ഡൊമസ്റ്റിക് ലേബർ വേൾഡ് വൈഡ്. നമുക്കറിയാം വേൾഡ് വൈഡ് വെച്ച് നോക്കുകയാണെങ്കിലും സ്ത്രീകളാണ് കൂടുതലായിട്ടുള്ള അൺപെയ്ഡ് ഡൊമസ്റ്റിക് ലേബർ ചെയ്യപ്പെടുന്നത്. അൺപെയ്ഡ് വർക്ക് കൂടുതലായിട്ടും ചെയ്യപ്പെടുന്നത് ആരാണ്? സ്ത്രീകൾ തന്നെയാണെന്നാണ് പറയുന്നത്. അൺപെയ്ഡ് വർക്ക് ഹാസ് നോ പ്രൊട്ടക്ഷൻ, നോ സെക്യൂരിറ്റി, നോ റെക്കഗ്നേഷൻ. നമുക്കറിയാം അൺപെയ്ഡ് വർക്കിന് എന്തില്ല, പ്രൊട്ടക്ഷൻ ഇല്ല, മതിയായിട്ടുള്ള സേഫ്റ്റിയോ കാര്യങ്ങളോ ഇല്ല, അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇല്ല, റെക്കഗ്നേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ലാക്ക് ഓഫ് വാല്യൂ അസൈൻഡ് ലീഡ്സ് ടു പോവർട്ടി. അതുകൊണ്ട് തന്നെ അവർക്ക് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അത് എന്തിലേക്ക് ലീഡ് ചെയ്യാണ്, പോവർട്ടിയിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്, വേജ് ഗ്യാപ്പിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ്
ഇഷ്യൂസിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ടൈം ആൻഡ് സ്ട്രെസ്സിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ്, അൺപെയ്ഡ് വർക്കിൽ കൂടുതലായിട്ട് ചെയ്യുന്നത് സ്ത്രീകളാണ്. അതിന് പ്രൊട്ടക്ഷൻ ഇല്ല, സെക്യൂരിറ്റി ഇല്ല, റെക്കഗ്നേഷൻ ഇല്ല. അപ്പൊ ഇതൊക്കെ എന്തിലോട്ട് നയിക്കുന്നുണ്ട്, പോവേർട്ടിയിലോട്ട് നയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹൈ ഇൻവോൾവ്മെന്റ് ഇൻ അൺപെയ്ഡ് വർക്ക് ലോവേഴ്സ് വുമൺ ഇക്കണോമിക് മൊബിലിറ്റി. അതായത് അൺപെയ്ഡ് വർക്കിന്റെ ഹൈ ഇൻവോൾവ്മെന്റ് കാരണം സ്ത്രീകൾക്ക് ഇക്കണോമിക്കലി മൊബിലിറ്റി, അതായത് അവർക്ക് ഇക്കോണമിയിൽ ഒന്ന് ഉയർന്ന പൊസിഷനിൽ നിൽക്കാനോ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് ഗ്രോത്ത് ഉണ്ടാവാനോ ഒന്നിനും അവർക്ക് എന്ത് ചെയ്യില്ല, സാധിക്കപ്പെടാറില്ല എന്നാണ് പറയുന്നത്. ഇവിടെ പറയാണ് ഗ്ലോബൽ ഡാറ്റ ഷോസ് വുമൺ ഡൊമിനേറ്റ് അൺപെയ്ഡ് ഫാമിലി വർക്കർ കാറ്റഗറീസ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ ഡാറ്റ നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ഒരു ടേബിളിൽ ഗ്ലോബൽ ഡാറ്റ തന്നിട്ടുണ്ട്. ഇതിന്റെ അൺപെയ്ഡ് ഫാമിലി വർക്കർ കാറ്റഗറീസിന്റെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ടേബിൾ കൃത്യമായിട്ട് നോക്കി നോക്കാം. ഇവിടെ അൺപെയ്ഡ് ലേബർ വർക്കർ ഫാമിലിയാണ് തന്നിട്ടുള്ളത്. സ്ത്രീകളുടെയും തന്നിട്ടുണ്ട്. ഗ്ലോബലി ഉള്ള കണക്കാണ് ഇത്. 1990 to 1997 വരെയുള്ള കണക്കുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ പല സ്ഥലങ്ങളിൽ ഗ്ലോബലി ഉള്ള പല കൺട്രീസിലെയും വുമണിന്റെയും മെന്നിന്റെയും പാർട്ടിസിപ്പേഷൻ, അൺപെയ്ഡ് ലേബറിലുള്ള വുമണിന്റെയും മെന്നിന്റെയും പാർട്ടിസിപ്പേഷൻ റേറ്റിലാണ് തന്നിട്ടുള്ളത്. നോക്കി നോക്കാം. ഇവിടെ ഫസ്റ്റ് വൺ ആഫ്രിക്ക തന്നിട്ടുണ്ട്. ആഫ്രിക്കയിൽ നോർത്തേൺ ആഫ്രിക്ക, സൗത്തേൺ ആഫ്രിക്ക, അതുപോലെ റെസ്റ്റ് ഓഫ് സബ് സഹാറൻ ആഫ്രിക്ക തന്നിട്ടുണ്ട്. അതിൽ അൺപെയ്ഡ് വർക്ക് ചെയ്യുന്ന വുമന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തേൺ ആഫ്രിക്കയിൽ 25%, സൗത്തേൺ ആഫ്രിക്കയിൽ 27%, അതുപോലെ തന്നെ സബ് സഹാറൻ ആഫ്രിക്കയിൽ എത്രയാണ്, 35% ആണ്. അതേസമയം മെന്നിൻ്റെത് നോർത്തേൺ ആഫ്രിക്കയിൽ 7%, അതുപോലെ തന്നെ സൗത്തേൺ ആഫ്രിക്കയിൽ 14%, റെസ്റ്റ് ഓഫ് സബ് സഹാറ ആഫ്രിക്കയിൽ 80% ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, വുമന്റെ അൺപെയ്ഡ് ലേബർ വർക്കിൽ വുമന്റെ റേറ്റ് ആണ് എന്തുള്ളത്, കൂടിയാണ് നിൽക്കുന്നത്. പുരുഷന്മാരത് താരതമ്യേന എന്താണ്, കുറവാണെന്നാണ് പറയുന്നത്. അതുപോലെ ലാറ്റിൻ അമേരിക്കന്റെ തന്നിട്ടുണ്ട്, ഏഷ്യയുടെ തന്നിട്ടുണ്ട്, ഡെവലപ്ഡ് റീജിയൻസിന് തന്നിട്ടുണ്ട്. അതിൽ ഓരോ ടേബിളും നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അത് തന്നെ അതിന്ന് മനസ്സിലാക്കാം. വുമന്റെ പാർട്ടിസിപ്പേഷൻ അൺപെയ്ഡ് ലേബർ കൂടുതലായിട്ടും ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാരുടെ കണക്ക് എന്താണ് അവിടെ കുറവാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും നമ്മൾ ഇത്ര ടോപ്പിക്കുകൾ പറഞ്ഞു. ഇതാണ് ഈ ഒരു യൂണിറ്റിലുള്ള ടോപ്പിക്കുകൾ. ഇനി നമുക്ക് കൺക്ലൂഷൻ നോക്കാം. നമ്മൾ ഇത്രയും നേരം എന്താണ് പഠിച്ചത് എന്ന് നോക്കി നോക്കാം. ജെൻഡർ റോൾസ് ഷേപ്പ് ഇൻ ഇനീക്വാളിറ്റി ഇൻ ബോത്ത് പെയ്ഡ് ആൻഡ് അൺപെയ്ഡ് വർക്ക്. അതായത് പെയ്ഡ് വർക്കിലാണെങ്കിലും അൺപെയ്ഡ് വർക്കിലാണെങ്കിലും ജെൻഡർ ആണ് എന്ത് ചെയ്യുന്നത്, ഇനീക്വാളിറ്റീസ് കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് രണ്ടിലും ജെൻഡറിനെ കൺസിഡർ ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു ഇനീക്വാളിറ്റി ഉണ്ടാവുന്നത് എന്നാണ്. അതുപോലെ തന്നെ പെർസെപ്ഷൻ ആൻഡ് സോഷ്യൽ നോംസ് എഫക്ട് ടൈം അലോക്കേഷൻ ആൻഡ് സോഷ്യൽ റിവാർഡ്സ് എന്നാണ് പറയുന്നത്. സോഷ്യൽ നോംസും അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളും എന്തിനൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്, ടൈം അലോക്കേഷനെയും അതുപോലെ അതിനുള്ള റിവാർഡ്സിനെയും ഒക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇക്വിറ്റബിൾ പോളിസീസിനെ റെക്കഗ്നേഷൻ ഓഫ് വുമൻസ് കോൺട്രിബ്യൂഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ഇക്വിറ്റബിൾ പോളിസീസ്. ഇക്വിറ്റബിൾ പോളിസീസിന് വേണ്ടിയിട്ട് വുമന്റെ കോൺട്രിബ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്യൽ എന്നാണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, യൂണിറ്റ് 1 പഠിക്കാനുള്ളത്. ഇനി യൂണിറ്റിൽ 1 നമുക്ക് വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ ഇതിൽ നമ്മൾ പ്രീവിയസ് 2025 തന്നെ കാണിക്കുന്ന കഴിഞ്ഞ ജൂണിൽ വന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. ഫസ്റ്റ് വൺ, what do we mean by gendered segregation of work? Gendered segregation of work എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചു, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു ജെൻഡർ സെഗ്രിഗേഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്. അതുപോലെ തന്നെ നെക്സ്റ്റ്, ഡിഫൈൻ ദ ടേം വർക്ക്. Why do men and women perform different kinds of work in the society? Analyze in the light of gender segregation prevalent globally. അതായത് ഇത് ജൂൺ 2025 വന്ന ക്വസ്റ്റ്യൻ ആണ്. വർക്കിനെ ഡിഫൈൻ ചെയ്യുക, അതുപോലെ തന്നെ മെൻ ആൻഡ് വുമൻ സൊസൈറ്റിയിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ജോബ് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നത് ജെൻഡർ സെഗ്രിഗേഷൻ ബേസ് ചെയ്തുകൊണ്ട് എഴുതാനാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസ്കസ് ദ ഇഷ്യൂ ഓഫ് ഇൻകം ഡിസ്ക്രിമിനേഷൻ. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, വാട്ട് ഈസ് അൺപെയ്ഡ് ലേബർ? അൺപെയ്ഡ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ക്യാൻ വി മെഷർ അൺപെയ്ഡ് ലേബർ? അൺപെയ്ഡ് വർക്ക് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 1 പഠിച്ചത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. നമുക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല. സിമ്പിൾ ടോപ്പിക്കുകളാണ് ഇതിൽ വരുന്നത്. ഒന്ന് നോക്കിയാൽ നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണിത്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത്. ഓക്കെ, അതിൽ മെയിൻ ടോപ്പിക്കുകൾ നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ചേഞ്ചിങ് ജെൻഡർ കമ്പോസിഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ്. അതിൽ നമ്മൾ പറഞ്ഞു ഗ്ലോബലി നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്താണ്, ഇൻക്രീസ് ചെയ്യുകയും പുരുഷന്മാരത് എന്താണ്, കുറയുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പാറ്റേൺസ് ഓഫ് ചേഞ്ച് പറഞ്ഞു. ജെൻഡർ സെഗ്രിഗേഷൻ ഓഫ് വർക്കും അതിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഹൊറിസോണ്ടൽ സെഗ്രിഗേഷൻ പഠിച്ചു, വെർട്ടിക്കൽ സെഗ്രിഗേഷൻ എന്താന്ന് പഠിച്ചു, ഇന്റേണൽ സെഗ്രിഗേഷൻ എന്താന്ന് പഠിച്ചു. ദെൻ ഇൻഫോർമൽ സെക്ടറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അറ്റ് വർക്ക് പ്ലേസിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പഠിച്ചു.
അതിന്റെ ഫോംസുകൾ പഠിച്ചു. അതിൽ വരുന്ന ഒന്നാണ് വേജ് ഗ്യാപ്പ്, അതുപോലെ തന്നെ ഗ്ലാസ് സീലിംഗ്, ദെൻ സെക്ഷൽ ഹറാസ്മെന്റ്, അതുപോലെ തന്നെ ഡബിൾ ബർഡൻ. ഈ 4 ഫോംസുകളാണ് എന്തിന്റെ ജെൻഡർ ഡിസ്ക്രിമിനേഷനിൽ വരുന്ന ഫോമുകൾ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ വുമൺ ആൻഡ് വർക്ക് ഇൻ റൂറൽ ഏരിയാസിലുള്ളത് പഠിച്ചു. ദെൻ വർക്കിനെ റീഡിഫൈൻ ചെയ്തു. അതുപോലെ തന്നെ അൺപെയ്ഡ് വർക്ക് അതെങ്ങനെ മെഷർ ചെയ്യുക എന്നുള്ളതും നമ്മൾ ഇവിടെ നോക്കി. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 1 പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് അടുത്ത യൂണിറ്റ് 2 അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ. താങ്ക് യു.